വി.ഡി. സതീശന്റെ അരുമ ശിഷ്യനായിട്ടുള്ള മരിയാപുരം ശ്രീകുമാറിന്റെ ഇംഗ്ലീഷ് സ്വാഗത പ്രസംഗം കേട്ട് AICC നിരീക്ഷകയായിട്ടുള്ള ദീപാദാസ് മുൻഷി വരെ എണീറ്റ് നിന്ന് തൊഴുതുപോയി. എന്തൊരു ഇംഗ്ലീഷ്! പൊന്നോ, ഇമാതിരി ഒരു സ്വാഗത പ്രസംഗം അല്ലെങ്കിൽ സ്വാഗത ഗാനം കേട്ടത് നേരത്തെ പാലോട് രവിയുടെ ജനഗണമനയായിരുന്നു. അതിനുശേഷം ഹിസ് പേര് ഈസ് വെൽ നോൺ, ഹിസ് നെയിം ഈസ് വെൽ നോൺ അല്ല, ഹിസ് പേര് ഈസ് വെൽ നോൺ. ദീപാദാസ് മുൻഷിയെ കുറിച്ചുള്ള ആ വാചകങ്ങൾ കേട്ടതും എണീറ്റ് വന്ന് പൊന്നപ്പി ഇതൊന്ന് നിർത്താൻ പറ്റുമോ എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചപ്പം വായും പൊളന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് കണ്ടേ. I extend the welcome to Madam G and all the leaders, all the candidates here in the stage, and all the people, the party workers gathered here, and all the leaders and candidates in the dais. I extend our hearty welcome to Priyanka ji. Next, you all know Deepadas ji, the pair is well known, even all of the people in Kerala. He is not at all a charge AICC secretary. He is a KPCC president actually now. He is everywhere, just like an omniscient. He is everywhere, every nook and corner in Kerala. I extend the welcome to Madam G and all the leaders, all the candidates here in the stage. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക്, ഈ ജില്ലയിൽ നമ്മളെ നയിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും ഹൃദയംഗമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് സമയക്കുറവ് മൂലം എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. മാഡം, കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് അത് ഇന്ത്യയിൽ വ്യാപിക്കും. കോൺഗ്രസ് ഡൽഹിയിൽ ഒരു കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുന്നതിന്റെ ഒരു സൂചനയാണ് ഈ ഏപ്രിൽ 9 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. മാഡം, ഈ ചടങ്ങിൽ ഈ തലസ്ഥാന നഗരിയിൽ എത്തിയതിന് ഞങ്ങൾക്കുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ വിനയത്തോടെ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കാൻ മാഡത്തെ വിനയപൂർവ്വം സ്വാഗതം. നാട് ഭരിക്കാനുള്ള ഓരോരോ വ്യഗ്രതകളും ഓരോരോ കോപ്രായങ്ങളുമേ ഈ നാട്ടിലെ മനുഷ്യരിതൊന്നും കാണുന്നില്ലേ? ഇത്രയും വിവരം കെട്ട ഒരു വലിയ ടീമിനെയാണോ ഈ നാടിന്റെ ഭരണം ഇനി ഏൽപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? 10 പൈസയുടെ ബുദ്ധിയില്ല, വിവരമില്ല, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് വെറും മണ്ടത്തരമാണെന്ന് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്ത ഈ മണ്ട് സതീശന്മാരെയാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ നേതാവ് ഇങ്ങനെയൊക്കെ ആയിരിക്കണോ? മരിയാപുരം ശ്രീകുമാർ എന്നുള്ള നിലയ്ക്ക് തലസ്ഥാനത്ത് കോൺഗ്രസിന്റെ വേദിയിൽ സ്വാഗതം പറയാൻ അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ നേതാവായിരിക്കില്ലല്ലോ, അത്ര ഹെവി നേതാവാണ്. ആ നേതാവിന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് പ്രിയങ്ക ഗാന്ധി, ദീപാദാസ് മുൻഷിയൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് കോൺഗ്രസിലെ ഒരു നേതാക്കന്മാരും എണീറ്റ് തിരുത്താൻ തോന്നിയില്ല. കാര്യം മനസ്സിലാവണ്ടേ, ഇത് ഗംഭീര ഇംഗ്ലീഷാണ്, നമ്മൾ അണ്ണം വച്ച് കാച്ചയാണ്, അങ്ങനെ കരുതിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ആ കേട്ടോണ്ടിരുന്നവരെല്ലാം കോൺഗ്രസ്സുകാർ വികാരം കൊണ്ട് കൈയടിക്കാതിരുന്നപ്പോഴാണ് ദീപദാസ് മുൻഷി വന്ന് അതിനെ തടസ്സപ്പെടുത്തി എന്നുള്ള പരാതിയും കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്തൊക്കെ കാണണം? അധികാരം പിടിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, അതും മണ്ടത്തരത്തിന്റെ ഏറ്റവും ഹെവി എക്സ്ട്രീം. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ്സുകാർ കീജയ് വിളിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ AICC മുത്തപ്പന് വരെ ജീവിതത്തിൽ രക്ഷിക്കാൻ കഴിയില്ല എന്ന് കേരളം വിധി എഴുതേണ്ട അവസ്ഥയാണ്.